അപ്പോൾ ഇതാണ് ഞാനാക്കിയ കേഡ് റൈസും അതിൻ്റെ സൈഡായിട്ടുള്ള സാധനങ്ങളും. നമ്മളൊരു 5 മിനിറ്റ് ഇളക്കുമ്പോഴത്തേന് 7 മിനിറ്റിനകത്ത് വെച്ച് തന്നെ അറിയേണ്ട റെസിപ്പികൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പരിചയപ്പെടുത്തി തരും. ഹായ് കൂട്ടുകാരെ, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തരാൻ പോകുന്നത് ഒരു ഈസി റെസിപ്പിയാണ്. ഈസി റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ കറി വെക്കാനോ മീനില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തൈരും കുറച്ച് ചോറും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ചോറെന്ന് പറയുമ്പോൾ ഒന്നീ പച്ചരി ഉണ്ടെങ്കിൽ അതിൻ്റെ ചോറ്, അല്ലെങ്കിൽ ബസ്മതിയുടെ അരിയുടെ ചോറ്, അല്ലെങ്കിൽ ജീരകശാലയുടെ ചോറ്. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് കേഡ് റൈസാണ്. കേഡ് റൈസും അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു വെണ്ടയ്ക്ക ഫ്രൈ, ഒരു ചെറിയ വെജിറ്റബിൾ സാലഡ്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ആയപ്പോഴെന്ന് പറയുമ്പോൾ ഒരു നല്ല മീലായി. നമുക്ക് നല്ലതായിട്ട് 3 നേരത്തിൽ എപ്പോൾ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു മീലാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണേലും അതിനെ ബാലൻസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കാപ്സായി, ഫൈബറായി, പ്രോട്ടീനായി, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമായി. അപ്പോൾ ഇതിൽ എന്തൊക്കെ വേണ്ടതെന്ന് ഞാൻ പറയാം. 50 ഗ്രാം ജീരകശാലയുടെ അരി ചോറാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് തൈരാണ്, നല്ല കട്ടി തൈര്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഉപ്പും ഇട്ട് ലൂസാക്കി വെച്ചിരിക്കുന്നതാണ്. കടുക്, ചെറുപയർ പരിപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ കറിവേപ്പില, ഒരു ഇത്തിരി മുളക്, വറമുളക് വേണം. ഇത്രയാണ് കേഡ് റൈസിന് വേണ്ടുന്നത്. ലാസ്റ്റ് നമ്മൾ കഴിക്കാൻ നേരമാണ് ഈ അനാർ അതിൽ നമ്മളിടുന്നത്, അനാറിടാം. അപ്പം ഇത് ഇത്രയാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു വെണ്ടയ്ക്ക ഫ്രൈയും ഞാൻ ആക്കുന്നുണ്ട്. ഈ വെണ്ടയ്ക്ക ഫ്രൈ ഇല്ലെങ്കിൽ ഈ കേഡ് റൈസ് മാത്രം നമുക്ക് തിന്നാൻ പറ്റും. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ വെജിറ്റബിൾ സാലഡ് പെട്ടെന്ന്. അതിന് വേണ്ടുന്നത് ഒരു അരമുറി കുക്കുംബർ, മല്ലിയില. ഈ മല്ലിയിലയ്ക്ക് വരെ നിങ്ങൾക്ക് പാഴ്സ്ലി ലീവ്സ് കിട്ടുമെങ്കിൽ അത് ചേർക്കാം, ടോക്കറ്റ് ലീവ്സ് കിട്ടുമെങ്കിൽ അത് ചേർക്കാം, ലെറ്റ്യൂസ് കിട്ടുമെങ്കിൽ അത് ചേർക്കാം, ക്യാബേജിൻ്റെ കൂട്ടൊരു ഇല ഇപ്പം നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും, അത് കിട്ടുമെങ്കിൽ അത് ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 4 ഭാഗം സവാള. ഇത് കിഡ്നി ബീൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വൻപയറിൻ്റെ വേറൊരു സാധനമാണിത്. ഇത് ഇവിടെ കിഡ്നി ബീൻസ് എന്ന് പറയും. ഇതിന് പകരം നമുക്ക് വെള്ളക്കടല, ചനക്കടലയുണ്ട്, ചനക്കടല ചേർക്കാം, നമ്മുടെ ചുമന്ന കടല ചേർക്കാം, ചെറുപയർ പരിപ്പ് ചേർക്കാം, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ വൻപയർ, നാട്ടിൽ കിട്ടുന്ന വൻപയർ ചേർക്കാം, സോയാ പയർ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പയറാണോ ധാന്യങ്ങളാണോ കിട്ടുന്നത് അത് ചേർക്കാം. ഇനി ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മില്ലറ്റുകളും ചേർക്കാം, റാഗി, അതുപോലെ തന്നെ തിന, കീൻവ, ഇങ്ങനെയുള്ള മില്ലറ്റുകളും നിങ്ങൾക്ക് ഇതിന് പകരം ചേർക്കാം. ഇതിന് പകരം അത് നിങ്ങൾക്ക് ചേർക്കാൻ പറ്റും. പിന്നെ നാരങ്ങാനീര് എന്ന് പറയുമ്പോൾ പുളിക്ക് ആവശ്യത്തിന് മാത്രം. പിന്നെ ഉപ്പ്, കുരുമുളക്, ഓയിൽ, ഇത്രയും സംഭവമാണ് നമുക്ക് ഇത്രയും സാധനം ചെയ്യാൻ വേണ്ടി വേണ്ടുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോൾ നിങ്ങൾക്കത് പരിചയപ്പെടുത്തരാം. ഈ തൈരിനെ ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാണ്ട് ആ തൈരിനെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തു. ാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ലൂസ് വേണമെങ്കിൽ തൈരും കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി. അല്ല, ഇതിൽ കട്ടി കുറച്ച് വേണമെങ്കിൽ വെള്ളം കുറച്ചാൽ മതി. തൈര് കുറച്ചുകൂടെ കട്ടിക്ക് തന്നെ ചേർത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് വലിയവർക്കായതുകൊണ്ട് ഞാൻ ഈ കടു താളിക്കുന്നതിനകത്ത് ഇത്രയും സാധനങ്ങൾ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ഈ കടുകും ഈ പരിപ്പും ഇട്ട് ചിരി ഇഞ്ചി മാത്രം ചേർത്ത് കറിവേപ്പില ഇട്ടിട്ട് കൊടുത്താൽ മതി. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്കൊരു നേരത്തെ ആഹാരം നല്ലതായിട്ട് കഴിക്കാം. ഒരു ഹെവി ഇതായിട്ട് തന്നെ കഴിക്കാം. ശരീരത്തിന് കേടില്ല, ഡൈജഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും ഒരു പ്രശ്നം വരത്തില്ല. നല്ല ഇതായിട്ടുള്ള ശരീരത്തിന് നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു ആഹാരമാണ് ഇത് കേഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ താളിപ്പും കാര്യങ്ങളും ഞാനതിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കടുക്, ചെറുപയർ പരിപ്പിട്ട് കൊടുക്കുക. കടുകും ചെറുപയർ പരിപ്പിട്ട് കൊടുക്കുക. കടുക് പൊട്ടട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇഞ്ചി, മുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ കറിവേപ്പില എടുത്ത് വെച്ചതായിരുന്നു, അതെനിക്ക് വേറൊരു ആവശ്യത്തിന് എടുക്കേണ്ടി വന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറുപയർ പരിപ്പൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റുക. ഒത്തിരി ബ്രൗൺ ആവണ്ട, മതി. നമുക്കിതെടുത്തിട്ട് കേഡ് റൈസിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശേഷം നമ്മൾ കേഡ് റൈസ് നന്നാക്കി മിക്സ് ചെയ്യുക. ഇതിനകത്ത് മാതളനാരങ്ങയുടെ അരിയും കൂടി ഇട്ട്, മാതളനാരങ്ങയുടെ അരിയോ അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഇതിലിടാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മാതളനാരങ്ങയുടെ അല്ലി ഇടാം, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം, പച്ചമാങ്ങ അരിഞ്ഞിടാം, ഗ്രീൻ ആപ്പിൾ അരിഞ്ഞിടാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് കഴിക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത് സാലഡിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന കുക്കുംബറും സവാളയും എല്ലാം പൊടിയായിട്ട് അരിഞ്ഞ്, മല്ലിയിലയും അരിഞ്ഞ്, ഇതിലേത് ബീൻസാണോ ഇടുന്നത് ആ ബീൻസിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള കഷ്ണമായിട്ട് വേണം ഇതിനെ നിങ്ങൾ അരിയാം. ഇനി അതിലേക്ക് നമുക്ക് പയറിടാം. കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ എരിക്കനുസരിച്ച്. പച്ചമുളക് ഇടേണ്ടവർക്ക് പച്ചമുളക് ഇടാം കേട്ടോ. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഒരു ടേബിൾ സ്പൂണോ 1 ടീസ്പൂണിൽ കൂടുതൽ നാരങ്ങാനീര് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതിൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. പെപ്പർ ഓയിൽ, ഒലിവ് ഓയിൽ, സസ്മി ഓയിൽ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഓയിലും കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാനിതിൽ ഓയിൽ മിക്സ് ചെയ്തില്ല, കാരണം കേഡ് റൈസിലും വെണ്ടയ്ക്ക ഫ്രൈയോടെ ഒപ്പം തിന്നാൻ അത് 2 ഓയിലുള്ളതുകൊണ്ട് ഇതിൽ ഞാൻ ഓയിൽ കുറച്ചു, കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് കൂടെ നോക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. വെണ്ടയ്ക്ക ഇതായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും വെണ്ടയ്ക്ക ഇങ്ങനെ ആയാൽ മതി. കാരണം ഇവിടെ ഒരു പച്ചക്കറികളുടെയും ഒരുപാട് വേവിച്ച് പച്ചക്കറിയുടെ ആ ടേസ്റ്റ് കളയാനെ കൊണ്ട് ആർക്കും ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത്രയും മാത്രം വെന്താൽ മതി. ഇനി നമുക്കിതിനെ മാറ്റാം. ഇത്രേൻ്റെ ആവശ്യമുള്ളൂ.
ഈ കേഡ് റൈസിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൊടുകറി എന്ന് പറയുന്നത് ഈ വെണ്ടയ്ക്ക ഫ്രൈയും കോവയ്ക്ക ഫ്രൈയും ആണ്. പിന്നെ പാവയ്ക്കയും ചെയ്യാറുണ്ട് ഞാൻ. സെയിം പോലെ തന്നെയാണ് പാവയ്ക്കയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാനാക്കിയ കേഡ് റൈസും അതിൻ്റെ സൈഡായിട്ടുള്ള സാധനങ്ങളും, സാലഡും വെണ്ടയ്ക്ക ഫ്രൈയുമാണ്. അപ്പം ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേഡ് റൈസും അതോടൊപ്പം തന്നെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. നമ്മുടെ വലിയവർക്ക് ശരീരത്തിന് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ആയിട്ടുള്ള, ഇത് ശരീരത്തിന് കൂളിംഗ് ആണ്, നമ്മുടെ ഡൈജഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാം. കാരണം ഓയിൽ ഒരുപാട് ഒഴിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടെയാണ്. മാക്സിമം ഒരു 2 ടീസ്പൂൺ അടുപ്പിച്ച് ഞാൻ ഓയിൽ 2 ആഡ് ചെയ്തിട്ടുള്ളൂ. തൈര് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ സാലഡ്, ഇത്രയും സാധനം മാത്രം മതി, വെജിറ്റബിൾ സാലഡ്. ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പികളോ വലിയ റെസിപ്പികളൊക്കെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തരും. വെണ്ടയ്ക്ക ഫ്രൈ. അപ്പം എല്ലാവരും ഇത് ഫോളോ ചെയ്തൊന്ന് കുക്ക് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ആക്കിയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് കഴിച്ച് നോക്കുക. ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. നിങ്ങളും എന്നോടൊപ്പം തന്നെ വരിക. അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹവും സന്തോഷവും നന്ദിയും. ബൈ ബൈ.